ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയത് ആര്യൻ കത്തോരിയ. ഇനിയിപ്പോ ഒരു റൺബീർ എന്നൊക്കെ ലൈറ്റിലൊക്കെ വിളിക്കാം ഈ എപ്പിസോഡിന് വേണ്ടിട്ടോ. ഈ എപ്പിസോഡിൽ ലാലേട്ടൻ നല്ല തൂക്കിയത് ആര്യൻ ചേതറി. അതായത് സംഗതി ആദിലും നോറയും പിരിയേറ്റിയതാണ്. ഓക്കെ, പക്ഷെ അത് ചെയ്യാനുള്ള ഒരു വിൽ പവർ അല്ലേ, ആ സാധനം എടുത്ത് അടിച്ചത് അതൊരു അവിടെ ആ ഹൗസിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏക ഒരുത്തൻ ആരെയും മാത്രമല്ല. കാരണം മോളും കീഴൊന്നും മൂപ്പര് നോക്കില്ല. അതൊന്നും വിഷയമല്ല, ഇത് പറ്റണേ പറ്റിക്കൊണ്ടൊരു വിഷയമല്ല. ഞാൻ ചെയ്യും എന്റെ മോനെ. അത് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഇന്നലെ ലാലേട്ടൻ പൊരിച്ചത് കണ്ടെങ്കിൽ ഇന്ന് അപ്പാനിക്ക് വേണ്ടി ആര്യനും അക്ബറും ബിന്നി റന ജിസേല് അവരുടെ എല്ലാവരും ഷാനവാസ് കുറച്ചൊന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്നെങ്കിലും ബാക്കി എല്ലാവരും കാര്യം പറഞ്ഞു. പക്ഷെ എന്നാലും ഒന്നും ഇങ്ങനെ ഇങ്ങനെ പിന്നെ അതൊന്നും നോക്കിയില്ല. അങ്ങോട്ട് കൊടുത്ത് ഞാൻ ആ കൊടുത്തതൊന്നും കൂടി വെക്കട്ടെ. എന്നിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് വേറെ എക്സ്ക്ലൂസീവ് 2-3 സാധനങ്ങൾ അതും കൂടി തരാം. ഓക്കെ, നല്ല രീതിയിൽ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്. മസ്താനി പോയി. അപ്പാണി മിസ് യു മുത്തേ. ഇതാണ് നമ്മുടെ കംബാക്ക്. കഴിഞ്ഞ ആഴ്ച അപ്പാനി പോയപ്പോ ഞാൻ കരഞ്ഞു. അവള് ചെയ്തത്ര ഡേർട്ടി ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയൊരു മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇത് അപ്പാനിക്ക് വേണ്ടി ഇത്രയും നാണം കെട്ടൊരു ഇറങ്ങിപ്പോക്ക് ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. കിട്ടേണ്ട ആൾക്കാരെ കിട്ടി. അതായത് ലാലേട്ടൻ ലാസ്റ്റ് വിളിച്ചു വരുത്തി സ്റ്റേജിൽ കയറ്റിയിട്ട് വരെ യജാതി അടിച്ചിരുത്തല ഇരുത്തി അറിയും അങ്ങോട്ട് കൊട്ടി വിട്ട്. അതിനിടയിൽ കൂടി അഹങ്കാരത്തിന് കുറവില്ല. എന്നെ ഫസ്റ്റ് വീക്ക് ഞാൻ നോമിനേഷൻ ഇല്ല, സെക്കൻഡ് വീക്ക് എന്നെ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് പുറത്താക്കി. അതുകൊണ്ട് എനിക്ക് ആരോടും പ്രേക്ഷകരോടൊന്നും പറയാനില്ല. അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ കാരണമാണ്, മനസ്സിലായോ? പ്രേക്ഷകർ കാരണമാണ് അവിടെ ഒരു പ്രൊഫൈൽ ഉണ്ടായിട്ട് എത്തിയത്. അപ്പൊ പിന്നെ ആ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞേ പറ്റൂ. അതിനുപോലും ഒരു കേർട്ടസി പറയാൻ പോലും പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്കാരോട് നന്ദി പറയണമായിരുന്നു. അതൊന്നുമില്ല, ഒരു സംഗതി. ലാലേട്ടന്റെ ഏറ്റവും വലിയ ഡയലോഗ് ഇത് തിരിച്ചറിഞ്ഞ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലായില്ലേ, ഇറ്റ്സ് നോട്ട് ഈസി ടു സർവൈവ് ദേർ. മനസ്സിലായല്ലോ? ആദ്യത്തെ വീക്ക് കേറിയപ്പോ വൈൽഡ് കാർഡായി കേറിയപ്പോ ഒരു എന്താ പറയാ എല്ലാവർക്കും കിട്ടുന്ന പോലെ ഒരു സംഗതി കിട്ടി, പ്രിവിലേജ് കിട്ടി, അവിടെ നിന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വീക്ക് പുറത്ത് ചാടി. ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനത്തെ സ്റ്റാൻഡാണുള്ള ആൾക്കാർ എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ. നല്ല സ്റ്റാൻഡിൽ നിന്നാ കുറെ ദിവസം നിക്കാം. മനസ്സിലായില്ലേ? ഡബിൾ സ്റ്റാൻഡ് ഡബിൾ അല്ല, ഒരു 10-20 സ്റ്റാൻഡിലാണെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യാം, ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിക്ക് വണ്ടി വിളിച്ചിട്ട് വരാം, തിരിച്ച് കിട്ടും. അതെ, ഉറപ്പല്ലേ? കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണോ? അതെ. അപ്പൊ ഇനി സ്ക്രീൻ സ്പേസ് തരാൻ താല്പര്യമില്ല, പുറത്തായല്ലോ. എന്തായാലും ആര്യൻ എന്റെ വക ആര്യൻ അടുത്ത വീക്കിൽ എന്റെ വക ഒരു 2-3 വോട്ട്, 2-3 ദിവസത്തെ വോട്ട് ഞാൻ ആര്യനോട് തന്നട മുത്തേ, എടുത്തോ, അത് കൊണ്ടുപോകലേ. എന്നാലും അക്ബർ ആര്യൻ തൂക്കി. ഇനി എയർപോർട്ടില് അപ്പാനി തൂക്കുമെന്ന് അറിയില്ല. ചിലപ്പോ അപ്പാനി വക പൊളിക്കളി കാണാം, പറയാൻ പറ്റില്ല. അതെ. ഇനി അടുത്തത് അത് കണ്ടതില് അതുവരെ ഇങ്ങനെ നിന്നിട്ട് അവസാനം കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫുള്ള് സാധനം നമുക്ക് വെയിറ്റ് ചെയ്ത് ആര്യന്റെ സാധനമാണ്. ഇനി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ലക്ഷ്മി എന്ന എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ലക്ഷ്മി വാസ് ലൈക്ക് എന്താ പറയാ, നിലത്തിരുന്ന് കുനിഞ്ഞ് ഇങ്ങനെ കിടന്ന് നമസ്കാരം പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം നടത്തി സോറി പറഞ്ഞിട്ടാണ് ലക്ഷ്മി നിൽക്കുന്നത്. ഓക്കെ, ലക്ഷ്മിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി ലക്ഷ്മിക്ക്. ഇനി ഇന്നലെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലെസ്ബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അവർക്ക് ഒരിക്കലും അത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ റിമെമ്പർ ചെയ്യുന്നുണ്ടല്ലോ ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. ആൻഡ് 2018 ലക്ഷ്മി ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ഞാനിവിടെ വയ്ക്കാം.
അത് ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞുള്ളൊരു പേജിൽ വന്ന പോസ്റ്റാണ്. ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ടു എ ലെസ്ബിയൻ കപ്പിൾ. അവരുടെ സ്ട്രഗിൾ, അവരുടെ സർവൈവൽ. ഓക്കെ, അതാണ് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ്. അവരെങ്ങനെ കണ്ടുമുട്ടി, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ഹൗ ദേ സർവൈവ്ഡ്. ഓക്കെ, ഇതാണ് ആ ഒരു പോസ്റ്റ്. അത് റീഷെയർ ചെയ്തിരിക്കുകയാണ് ലക്ഷ്മി റീഷെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലക്ഷ്മിയുടെ വക ഒരു കമൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ദ കമൻറ്റ് സെക്ഷൻ മെയ്ഡ് മൈ ഡേ. ഓക്കെ, നോ നെഗറ്റീവ് കമൻറ്റ്സ് അറ്റ് ഓൾ. ലെറ്റ് എവ്രി വൺ ബി ഹൂ ദേ ആർ. മനസ്സിലായല്ലോ? ഓരോ മനുഷ്യനെയും ആ മനുഷ്യൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വിടണം. ആൻഡ് ഇവരുടെ ഈ ലൈഫ് സ്റ്റോറി, ഈ ലെസ്ബിയൻ കപ്പിൾസിൻ്റെ ലൈഫ് സ്റ്റോറി ഇൻസ്പയർഡ് ആയതുകൊണ്ട് ആരും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തില്ല, നോ ഹെയ്റ്റ് അറ്റ് ഓൾ. ഇത് എൻഡോസ് ചെയ്ത ഒരാളാണ് ലക്ഷ്മി. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ആരുടെയൊക്കെയോ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവർ ഫീഡ് ചെയ്ത് വിട്ടൊരു റോബോട്ട് പോലെ അവിടെ വന്നിരുന്ന് കേട്ടതും പഠിച്ചിട്ടില്ല, കേട്ട കാര്യങ്ങളൊക്കെ അവിടെ വന്ന് ഛർദ്ദിച്ചു. അതിനപ്പുറത്തേക്കുള്ള നോളജ് ഇല്ല, സീറോ, മനസ്സിലായില്ലേ? ആ, ഈ പറഞ്ഞ 2 ജെൻഡർ സ്ക്വാഡിൻ്റെയും മുഖമില്ലാത്ത അതിലെ 10 ആളുടെയും വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ സ്ക്വാഡിലുള്ള അതായത് കാര്യങ്ങൾ പറഞ്ഞ് ഡിബേറ്റിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഇനി പറഞ്ഞു വിടുമ്പോ നല്ല ഇങ്ങനെ കുറച്ചുകൂടി വിവര വിദ്യാഭ്യാസം. യു ഗൈസ് സെൻഡ് എ ബെറ്റർ സ്പെസിമെൻ. മനസ്സിലായോ? ഇങ്ങനത്തെ ഡബ്ബ 4-കിട ലോ ക്ലാസ് സ്പെസിമെനെ നിങ്ങൾ പറഞ്ഞു വിടരുത്. മനസ്സിലായില്ലേ? ഒരു അന്തവും ബുദ്ധിയില്ല, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. 4 വോട്ടിന് വേണ്ടിയിട്ട് ഇമാതിരി എരപ്പത്തരം കാണിക്കുന്ന ഒരു സ്പെസിമെനെ പറഞ്ഞു വിട്ടാ ഇപ്പം നിങ്ങളും മാനം കെട്ട്, നിങ്ങൾ ആണവും മാനവും പോയി അവിടെ നിന്ന് കാല് പിടിച്ച് എരന്ന് കരഞ്ഞ് അവിടെ നിൽക്കുന്നു. ഇന്ന് ഒനിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയണം. ഓക്കെ, ദാറ്റ്സ് എ റോങ് തിങ്. എല്ലാ ആണുങ്ങളും, സൊസൈറ്റിയിലെ എല്ലാ ആണുങ്ങളും നല്ലവരാണോ? എന്റെ ചോദ്യം, സൊസൈറ്റിയിലെ എല്ലാ ആണുങ്ങളും നല്ലവരാണോ? അത് കഴിഞ്ഞിട്ട് ഒനിയിൽ ഒനിയിലത് മാറ്റി. ഒനിയിൽ ആദ്യം പറഞ്ഞ എല്ലാ ആണുങ്ങളോടും എന്നാണ്. ദാറ്റ്സ് റോങ് തിങ്. എല്ലാ ആണുങ്ങളോടും പറയേണ്ട കാര്യമില്ല, ബിക്കോസ് എല്ലാ ആണുങ്ങളും നല്ലവരൊന്നുമല്ല. ഇതേപോലെ സർവൈവ് ചെയ്യുന്ന ആണുങ്ങൾ, അതാണ് പറയേണ്ടത്. ഇതേപോലെ ഫേക്ക് അലിഗേഷൻസ് വന്ന് ലൈഫ് സ്പോയിലായി അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ലൈഫ് പോയ ആളുകളുണ്ട്. ഒനിയിൽ എന്താ പറഞ്ഞേ? ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള എല്ലാ ആണുങ്ങളും എന്നാ പറഞ്ഞത്. ദാറ്റ്സ് എ റോങ് തിങ്. അതൊന്നും അതേ പറഞ്ഞ വേദലക്ഷ്മിക്ക് ഇതില്ല. മനസ്സിലായില്ലേ? ഈ സാധനം ഇല്ല തലയ്ക്കകത്ത്. അതുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഞാൻ സോറി പറയുന്നു, അത് ഇങ്ങനെ. അപ്പൊ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞു വേദലക്ഷ്മി. അതാണ് ഏറ്റവും രസം. ആ ഫ്രണ്ടിന്റെ അനുഭവം അറിയുന്ന ഒരു പെണ്ണാണ് ഇതൊക്കെ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വൈഫ് സൂയിസൈഡ് ചെയ്യാൻ പോയി. മസ്താനിക്ക് ഒരു 4 സ്റ്റാൻഡ് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഞാൻ 8 സ്റ്റാൻഡ് മേടിച്ചു കൊടുക്കാം. മനസ്സിലായോ? സ്വന്തമായിട്ട് വിശാലമായി കിടന്ന് അതിലൊരു സ്റ്റാൻഡ് ഉണ്ടാക്ക്. മനസ്സിലായ? എന്നിട്ട് വേണം ചെയ്യാൻ. എന്തായാലും അടുത്ത ആഴ്ച ഗോ ബേബി റൺ ആവാനാണ് സാധ്യത കൂടുതലുള്ളത്. പറയാൻ പറ്റില്ല, നന്നാവും ഡയലോഗ് അടിച്ചിരിക്കുന്നത്. എന്താണോ കണ്ടറിയാം. അടുത്ത ആഴ്ച ലക്ഷ്മി ഫ്രൈഡ് ഗ്യാരണ്ടി എഴുതി വെച്ചോ. ഒപ്പമുള്ളവരൊക്കെ പോയി. ഒന്ന്, രണ്ടാമത് ആ വീട്ടിലുള്ളവരൊക്കെ സൈഡാക്കും. പിന്നെ ഒരു ഹോട്ടൽ ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത്. ആരാണോ കയറി വരുന്ന ആൾക്കാർ ഇങ്ങനെ ഡിങ് 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 ലെഫ്റ്റ് റൈറ്റ് അടിച്ചിട്ട് പോകും. മണി കെട്ടി തൂക്കില്ലേ വീടിന് മുന്നിൽ, വന്നവനും പോയവരൊക്കെ കൊട്ടിയിട്ട് പോവാൻ ആ അവസ്ഥയായിരിക്കും. ഓക്കെ, അങ്ങനെ കിട്ടും, അങ്ങനെ കൊടുക്കും, അത് ഉറപ്പിച്ചോ. അടുത്തത് നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലക്ഷ്മിയുടെ ആ ഒരു സാധനം കണ്ടല്ലോ, ഇതാണ് സ്റ്റാൻഡ്. 2018 ഇത് എൻഡോസ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് പറയാം 2018 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉള്ളത് കൊണ്ട് അവരുടെ സ്റ്റാൻഡ് മാറ്റിയതായിരിക്കാന്ന് പറയാം. എന്നാ ഫേസ്ബുക്കില് ബിഗ് ബോസിനകത്തിരിക്കുമ്പോ ഓണപ്പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് സെപ്റ്റംബറിൽ. മനസ്സിലായോ? അതിനുശേഷം ഇങ്ങനത്തെ ഒരു വിരോധമുണ്ട്, ട്രാൻസ്ഫോബിക് ആണ്, അല്ലെങ്കിൽ ഇതേപോലൊരു കമ്മ്യൂണിറ്റി നോർമലൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പോസ്റ്റുകൾ കാണണം. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്നവര് ഈ 2 ജെൻഡർ സ്ക്വാഡൊക്കെ സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്നത് ഇതാണ്. മനസ്സിലായോ? ഇതിനെതിരെയാണ്. ഇവരുടെ പ്രൊഫൈലിൽ എവിടെയും ഞാനത് കണ്ടിട്ടില്ല. മനസ്സിലായല്ലോ? അതാ ഞാൻ പറഞ്ഞല്ലേ, ഫീഡഡ് സ്പെസിമെൻ. ആരൊക്കെയോ പഠിപ്പിച്ചു വിട്ട ഫീഡഡ് സ്പെസിമെൻ. അവർക്ക് വേണ്ടി പുറത്തിരുന്ന് പണിയെടുക്കുന്ന, കളി അറിയാതെ ആട്ടം കാണുന്ന, അല്ലെങ്കിൽ കളി അറിയാതെ ഒരു ആട്ടത്തിന് കൈയടിക്കുന്ന വേറെ കുറെ സ്പെസിമെൻസ്. എനിക്ക് ഇനി ഇതിലും കൂടുതൽ ലക്ഷ്മിക്കും എന്തില്ല. തലേ ദിവസം കേറും നേരത്തെ ഇതൊക്കെ പറയണട്ടോ. അതൊക്കെ ആകെ എന്തൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് പോയിന്റിൽ കറക്റ്റ് സ്ഥലത്ത് പറയണം. അപ്പൊ അത് കഴിഞ്ഞു.
അപ്പോൾ ലക്ഷ്മിയുടെയും ഒനിയലിന്റെയും കാര്യങ്ങൾ നമ്മളിവിടെ കുറെ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ അതൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പേടിച്ചൊക്കെയാണ് മുഖഭാവം കണ്ടതുകൊണ്ട് പക്ഷെ ഉള്ളിൽ എങ്ങനെയാന്ന് അറിയില്ല. അല്ലടി, അത് ഇവരെ ബേസിക് സാധനം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ലക്ഷ്മിയുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടി എനിക്ക് മനസ്സിലായി. ഇവര് ബേസിക്കലി ഈ കാണിച്ചു കൂട്ടുന്നൊന്നുമല്ല. അവരെ കയ്യിലുള്ളതും കഴിഞ്ഞു. ഒരു ബേസിക് ക്യാരക്ടറും അതല്ല. നീ ഈ ആഴ്ച നോക്കിക്കോ, ഇതിലും നല്ലൊരു കുട്ടിയാ വീട്ടിനകത്ത് അത്രയും നല്ല കുട്ടിയായിട്ടായിരിക്കും ഇനി ആ വീട്ടിനകത്ത് കൂടി എന്ത് ചെയ്യാൻ പോണേ, അങ്ങോട്ട് കൊണ്ട് നടക്കാൻ അത് വേണ്ട, അതും പോട്ടെ. എന്നാലും ഞാൻ പറയാ അതായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അതെ, ഇനി അടുത്തത് നെക്സ്റ്റ് ഇന്ന് പറഞ്ഞ വേറൊരു മെയിൻ കാര്യമാണ്. ഈ പറഞ്ഞ വീട്ടിലെ ജോലികൾ. ഓക്കെ, ഓരോരുത്തർ എങ്ങനെ. അനീഷ് ആദ്യമായിട്ടാണ് ഒരാളെ സമ്മതിച്ചുകൊണ്ടത്. അഭിലാഷിനെയാണ്, നല്ല ക്യാപ്റ്റനാണ്. ഓൾമോസ്റ്റ് എല്ലാരും അത് അക്സെപ്റ്റ് ചെയ്തു. കുറച്ചൊന്നും എല്ലാരും ഒന്ന് വെൽക്കം ചെയ്യണം. പക്ഷെ അത് മാത്രമല്ല, അത് സമ്മതിച്ചോളാം. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞാലൊന്നും ചെയ്യുന്ന ഒരു ഐറ്റം ആണ് തോന്നുന്നില്ല. ചെങ്ങായി എന്താണെങ്കിലും എന്ത് ചെയ്ത് അഭിലാഷിനെ സമ്മതിച്ചു കൊടുത്ത്. അതൊരു എന്താ പറയാ, അഭിലാഷിന് കിട്ടുന്ന ഒരു പോസിറ്റീവാണ്. ഓക്കെ, ഒരു കയ്യടിയും കിട്ടി, അഭിലാഷിന് കിട്ടുന്ന ഒരു പോസിറ്റീവാണ്. ഇന്നത്തെ എൻറ്റയർ സാധനത്തിനകത്തും നെവിന് സ്ക്രീൻ സ്പേസ് ഇല്ല. അത് കിട്ടാൻ വേണ്ടി നെവിൻ കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ അരോചകമായിട്ടുണ്ട് കേട്ടോ. ലിറ്ററലി ലാലേട്ടനും ഈ നെവിന്റെ സാധനങ്ങളൊക്കെ അരോചകമായി തുടങ്ങിയിട്ടുണ്ട്, മടുത്തു തുടങ്ങിയിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഇമാതിരി പരിപാടികൾ അല്ലേ ഭയങ്കര ഓവറാണ്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ വീട്ടിൽ നടന്ന തക്കാളി, പ്ലേറ്റ്, അങ്ങനത്തെ അടികളെ കുറിച്ചൊക്കെ ഫേവറേറ്റിസം. ഈ ഫേവറേറ്റിസം ഉണ്ടോ ചോദിച്ചാൽ ഗിസേല സമ്മതിച്ചു, ഉണ്ട് തന്നെ സമ്മതിച്ചു. ഓക്കെ, ഫേവറേറ്റിസം ഉണ്ട്, അത് കാണിക്കും. ഓക്കെ, ഈ ഫേവറേറ്റിസം കാണിച്ചാൽ എന്താന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ടാസ്കും ഗെയിമും വരുമ്പോൾ അത് അവർക്ക് തിരിച്ചടിക്കും ചെയ്യും. ഓക്കെ, അത് തിരിച്ചടിക്കാതിരിക്കൊന്നുമില്ല. ഫേവറേറ്റിസം കാണിക്കുമ്പോൾ അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലായി അവർ ഒഴിഞ്ഞു മാറിയാൽ അവർ ചിലപ്പോൾ രക്ഷപ്പെടും. ഇപ്പൊ അക്ബറൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, അങ്ങനെ ഒരു ഫേവറേറ്റിസം കൊണ്ടുവന്നാലും അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള അവരുടെ താല്പര്യമാണ്. അപ്പൊ ആ സംഗതികളൊക്കെ തൊട്ട് പോയി. പിന്നെ മസ്താനിക്കിട്ട് അടിച്ച അടി ഉണ്ടല്ലോ, ഏത് ആ ഒരു അനുമോളെ മേത്തിക്ക് ഉന്തിയ സാധനം കിടുവൈറ്റുമായിരുന്നു. പക്ഷെ അതിലൊരു ചെറിയൊരു സാധനം എനിക്ക് പറയാനുള്ളത്, ശരിക്കും അവിടെ ആര്യനെ പാമ്പർ ചെയ്ത പോലെ എനിക്ക് തോന്നി. ഓക്കെ, ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആര്യനാണ്. ഓക്കെ, ആര്യൻ ഇപ്പം മസ്താനിക്കാണ് കംപ്ലീറ്റ് ഹെയ്റ്റ് പോണത്. ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തം മസ്താനിന്റെ തലയിലാണെങ്കിൽ. പക്ഷെ ഈ കാര്യം ലാലേട്ടൻ ആര്യനെയും കൂടിയും കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടിയിരുന്നു, എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഞാൻ എന്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് അതാ, മസ്താനിക്ക് അതിനുള്ള കിളി മാറിയിരിക്കും. മസ്താനിക്ക് ഒരു പിടുത്തമല്ല. മസ്താനി ലിറ്ററലി പൊളിഞ്ഞു പോയി. അപ്പോ ഇന്നത് ആര്യനെയും കൂടി ഒന്ന്, കാരണം എന്താ പറയാ, ആര്യനെയും കൂടി ഒന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയാ, ആര്യൻ ഇന്ന് ടുവേർഡ്സ് എനിക്ക് ഒരു പണി ഒന്നാണ്ട, ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒരു പണി ഒന്നാണ്ട. ആര്യനോട് ഇന്ന് ലാലേട്ടൻ അത് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് ലാലേട്ടൻ അതിനകത്ത് കുറച്ചും കൂടി ആര്യനെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ രാത്രിത്തെ ആര്യന്റെ ബേസിക് നേച്ചർ വെച്ച് അങ്ങനെ ഒന്നും ആവാൻ പോണില്ല. ബട്ട് സ്റ്റിൽ തിങ്ക് ചെയ്യുമായിരുന്നു. ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു സ്പാർക്കെങ്കിലും ആര്യന്റെ തലയിൽ വരുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ആര്യനെ കുറച്ച് ഈസി ആയിട്ട് വിട്ട പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, പിന്നെ അത് അനുമോക്കത് വലിയൊരു കംപ്ലൈന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ സംഗതി അത്ര അല്ലേ ഭീകരമായിട്ട് അത് വലിയ രീതിയിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ അനുമോൾ PR അത് ഭയങ്കര ഒരു കംപ്ലൈന്റ് ആയിരുന്നു. അനുമോൾ PR എല്ലാവരും കുറെ ടീമുകൾ അതിങ്ങനെ നിരന്തരമായിട്ട് പറയുന്നുണ്ടായിരുന്നത് ചോദിക്കണം എന്നുള്ളത്. സോ അതിന്റെ ഒരു എക്സ്ട്രീം പ്രഷർ ഉണ്ടായിരിക്കണം. പിന്നെ മാൻ പ്രവീൺ എവിക്ഷൻ, ടു ബി ഹോണസ്റ്റ് പറയാലോ, സാബുമാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സാബുമാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഒരു സ്ക്രീൻ സ്പേസ് ഇപ്പൊ കുറച്ച് നെഗ് ഷെയ്ഡിൽ നിൽക്കുന്നത് ബിന്നി ആയിരിക്കണം. നെവിൻ പിന്നെ റെനെ ആണെങ്കിലും ഒക്കെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് പ്രവീണിനെ എവിക്ട് ചെയ്ത രീതി തന്നെ ഭയങ്കര ഷോക്കിംഗ് ആയി. ഭയങ്കര പ്രവീണെ ഷോക്കായി. ലാലേട്ടനൊരു സോഫ്റ്റ് കോർണറും പ്രവീണിന് ഒരു ടൈം കൊടുത്തു സംസാരിക്കാൻ. സാധാരണ അങ്ങനെ ആർക്കും സംസാരിക്കാൻ അത്ര സമയം കൊടുക്കാം. മാത്രമല്ല പ്രവീൺ അത് കൃത്യമായി കൺവേ ചെയ്തു. വളരെ വൃത്തിയായിട്ട് പ്രവീൺ അത് കൺവേ ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ പ്രവീൺ വലിയ ഗെയിമൊന്നും കളിച്ചിട്ടില്ല. ഓക്കെ, ഇനി കളിച്ചിട്ട് പുറത്ത് വരാത്തയാണോ നമുക്കറിയില്ല. ബിക്കോസ് ഐ ഹാവ് എക്സ്പീരിയൻസ്. കളിച്ചിട്ട് പുറത്ത് വരാത്ത കാര്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒന്നും ഒരാൾ ഗസ് ചെയ്യാൻ പറ്റില്ല.
ബട്ട് പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിനെ ഇന്ന് ഔട്ട് ചെയ്ത രീതി, ലൈക്ക് എവിക്ട് ചെയ്ത രീതിയിൽ അയാൾക്ക് ഭയങ്കര ഡള്ളായിരുന്നു അയാള്. ബാക്കി എല്ലാരും അതൊരു ഷോക്ക് ആയിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, പ്രവീണിന് വേറെ ഇതിനൊരു ഇരട്ടി ഷോക്ക് വരാൻ റീസൺ ഉണ്ട്. പ്രവീൺ ലാസ്റ്റ് ഇയർ ഞങ്ങളെ സീസണിലും കയറുന്ന ഉറപ്പിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അന്ന് മുതൽ ഇയാള് പ്രിപ്പയർഡ് ആണ്. അപ്പൊ അത്രയും പ്രിപ്പറേഷനിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഗതി വരുമ്പോ എന്താണ്, ഒരു ചെറിയൊരു സാധനം വരുമല്ലോ. അപ്പൊ അതിന്റേതായിട്ട് പ്രവീൺ കാണുന്നുണ്ട് ബാക്കിയുള്ളവർ കുറെ പേര് വാഴയായിട്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ടും പ്രവീൺ പോയി എന്നുള്ള സാധനം വെച്ചിട്ടാവും ചിലപ്പോ. പ്രവീൺ അതാണ്. പിന്നെ എന്താ പറയാ, ഇതൊരു മെസ്സേജ് കൂടിയാണെന്ന് തോന്നുന്നു എനിക്ക്. ലാലേട്ടൻ അതിനു വേണ്ടി പ്രവീണിനെ നിർത്തിയത്. അത് യു വോട്ട് ഔട്ട് ബെറ്റർ, ലൈക്ക് എന്താ പറയാ, ഒന്നും ചെയ്യാത്തൊരുത്തനെ. അതും കൂടി ഒന്ന് പ്രവീൺ പറഞ്ഞോട്ടെ എന്നുള്ളതുകൊണ്ട് പ്രവീണിനെ അങ്ങനത്തെ ഒരു സ്പേസ് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അതുകൊണ്ട് പ്രവീണിന്റെ ഇപ്പൊ വോട്ട് കുറഞ്ഞിട്ട് തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ റീസൺസ് ഒന്നും കാണില്ല. അപ്പോ അങ്ങനെ ഇതുകൊണ്ട് പ്രവീണിന്റെ ഒരു എവിക്ഷൻ കുറച്ചൊരു ഇമ്പാക്റ്റും ഉണ്ട് ബാക്കി വീട്ടുകാർക്കൊക്കെ ഒരു ബിക്കോസ് അവിടെ സാബുമാൻ നിൽക്കുന്നത് കൊണ്ടാ. സാബുമാനെ ഇന്ന് ലാലേട്ടൻ വിളിച്ച് നീപ്പിച്ച് വർത്താനം പറയുമ്പോഴും ഇവനെക്കാട്ടും കൂടുതലുണ്ടല്ലോ അവിടെ നിൽക്കണേ. അതാണ് ഏറ്റവും രസം. അടിപൊളിയായിട്ട് പ്രവീൺ കളിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് സാബുമാൻ ഞാൻ സംസാരം സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും സാബുമാനോട് ഇന്ന് എത്ര വട്ടം ലാലേട്ടൻ പറഞ്ഞല്ലോ, മോനെ ഇന്നത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എത്ര വട്ടം പറഞ്ഞേ. ലാലേട്ടൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്ലൂ കൊടുത്തിരിക്കുന്നത്, ഹിന്റ് കൊടുത്തിരിക്കുന്നത് സാബുമാനാണ്. ഇനി ഇതിലും സാബുമാൻ ഓക്കെ ആയില്ലെങ്കിൽ സാബുമാൻ അടുത്ത ആഴ്ച ലാലേട്ടനൊപ്പം പോവാം അല്ലെ. ഇവന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ മസ്താനി. അപ്പൊ എന്താ ജിസേല് പറഞ്ഞത്, ഞങ്ങള് അപ്പാനി പോയപ്പോ നീ അവിടെ ഇരുന്ന് ഞങ്ങളെ കളിയാക്കി ഞങ്ങള് കരഞ്ഞപ്പോ. ഇപ്പൊ ഇവിടെ 10 ദിവസം നിന്ന ഒരാൾക്ക് വേണ്ടിട്ട് നീ ഇങ്ങനെയൊക്കെ കറിയണ കിണ്ണം പോയിന്റ് ജിസേല് പറഞ്ഞത്. കാരണം എന്താ അറിയോ, അല്ല ഈ മസ്താനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇമോഷണലി എത്ര അറ്റാച്ച്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല, ഞാൻ അങ്ങനെ ആരോടും ആവില്ല എന്നുണ്ട്. 10 ദിവസം നിന്ന ഒരാളോടായി, മനസ്സിലായില്ല, വെറും 10 ദിവസം നിന്ന ഒരാളോടാണ് അറ്റാച്ച്ഡ് ആയി. അപ്പൊ പിന്നെ ഞാൻ പറയാം, കൊടുത്താ കൊല്ലത്തും കിട്ടും. കർമ്മ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ പോവാൻ നേരത്തെ എന്താ പറയണറിയോ, ആ വീക്ഷണ സമയത്ത് ലക്ഷ്മിക്കും ജിഷിനും മാത്രമേ പറയുന്നുള്ളൂ. കാരണം അവരാണ് വൈൽഡ്. ജിഷിന് പറഞ്ഞില്ലേ, ജിഷിനും ലക്ഷ്മി നിവിനും ഉണ്ട്. വൈൽഡ് കാർഡുകളിലെ ഒരു ഇതും പിന്നെ അപ്പുറത്തുനിന്ന് നെവിനെ വൈൽഡ് കാർഡിനെ താങ്ങിയുണ്ട്. താങ്ങി നെവിനെയും കൂടിയാണ് പറഞ്ഞിട്ട് പോണത്. പിന്നെ ആ തലയിൽ ഒട്ടിച്ചില്ല. ഒട്ടിക്കുന്ന സമയത്ത് ലക്ഷ്മിന്റെ മുഖം കാണണം. ലക്ഷ്മി ഇങ്ങനെ ഇല്ലാതാവാന്നൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, അപ്പളേ അവള് വിചാരിച്ചു ഇന്ന് ഈ പേരും പറഞ്ഞ് പുറത്താക്കോ, ഞാൻ പോയി. അല്ല ലക്ഷ്മിന്റെ മനസ്സിലതായിരിക്കും, ഇറക്കി വിടും, താങ്ങുന്നില്ല. അടുത്ത ആഴ്ച ലക്ഷ്മി സൈലന്റ് അല്ലെങ്കിൽ കാണുകയില്ല ലക്ഷ്മിനെ. ലക്ഷ്മി സൈഡാണ്. പിന്നെ എന്നാലും നോമിനേഷനിൽ ഫുള്ള് ലക്ഷ്മിയും. അതെ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മസ്താനിയുടെ എവിക്ഷൻ നടന്നു. എവിക്ഷനിൽ ആദ്യം ആദില നോറേട്ടാ കൈയടിച്ചേ. അവര് ഭയങ്കര സന്തോഷിച്ച് ഒരു ചാടി കളിച്ച് കൈയടിച്ചു. അവരാണ് ട്രിഗർ ചെയ്തത് ആര്യനെ. അത് കറക്റ്റ് വ്യക്തമായിരുന്നു. ഓടി പോയിട്ട് പുലിക്കളിന്റെ സാധനം എടുത്തു കൊടുത്തു. പ്രിപ്പയർഡാണ് ഇവര്, പ്രിപ്പയർഡാണ് ഈ സാധനത്തിന്. അതെന്തായാലും അടിപൊളിയായി. അതിനുശേഷം ഈ വീഡിയോ കാണിച്ചില്ലേ മസ്താനീന്റെ അവിടുത്തെ ലൈഫ് കാണിച്ചില്ല, അവിടെ നിന്ന ദിവസത്തെ ലൈഫ്, അതിൽ സ്കോർ ചെയ്തത് അപ്പാനിയാടാ. അപ്പാനീന്റെ ക്ലിപ്പുകളാണ് അതില്, അപ്പാനീന്റെ സാധനങ്ങളാണ്. അല്ല നീ പുറത്തിറങ്ങിയ മുഖം കണ്ടോ, അതേപോലെ ഡബിൾ സ്റ്റേഡ് വരെ കാണിച്ചു. റെനോട് പറഞ്ഞു നിന്നെ പോലെ ഞാൻ കരയില്ല, നേരെ അടുത്ത ഷോട്ട് വിളി കരയുന്നത്. ഇതെന്തറിയോ, ഇറക്കി വിട്ടപ്പോ കാണിച്ച വീഡിയോയിലടക്കം കൊട്ടി ഊക്കിയാ വിട്ടേ, മനസ്സിലായില്ലേ. ഇതിനും നല്ല എന്നിട്ട് ഇത് പ്രൊഫൈൽ എന്താ പറഞ്ഞ, ഇതൊരു പ്രൊഫൈലില് ഹൈ ആവുന്നു, ഒരു പ്രൊഫൈലിൽ എന്തോ കൂട്ടെന്ന് പറഞ്ഞു. കൂട്ടും. എന്റെ ബിഗ് ബോസ് അല്ല എന്റെ പ്രൊഫൈൽ, എന്റെ കരിയർ പ്രൊഫൈൽ കൂട്ടിക്കൊണ്ടേയിരിക്കും, നന്നായിട്ട് കൂടും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് നമ്മൾ പോയി. വീട്ടിലേക്ക് പോയപ്പോ അനുമോളെ അനുമോൾ എന്താ അറിയോ, ഒന്നും പറയല്ല. ഇത്രയും പ്രോ അൾട്രാമാക്സ് പോലെ അനുമോള് നമുക്കറിയാം. എന്റെ പൊന്നി അതെന്തറിയോ, അനുമോൾ വിചാരിച്ചത് ഇത് കാണിച്ചുകൊണ്ട് നാട്ടുകാർ ഇപ്പൊ മസ്താനി പോകുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു നെഗറ്റീവ് വരുമല്ലോ, ആ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു മുത്തശ്ശി കഥയിൽ ഒരു മുത്തശ്ശി മക്കളെ നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയണല്ലോ. അനുമുത്തശ്ശി അവിടെ ഇരുന്നിട്ട് അവരെ ഉപദേശം തുടങ്ങി.
ഒടുക്കത്തെ ഉപദേശം. പക്ഷെ മറ്റൊന്നും അറിയില്ലല്ലോ, ചെയ്തതുകൊണ്ടാണ് ഇവിടെ ചെയ്തത് ബോധം കൂടി. അല്ല അതൊക്കെ മനസ്സിലായിട്ടുണ്ടാ. എന്നാലും എന്താ പറയാ, എനിക്ക് ഞാൻ ഇവിടെ മുത്തശ്ശിയാണ്, ഞാൻ ഇത്രയും നല്ലതാണ് ഇത് പറയണം. വേറെ ആരും സമ്മതിച്ചില്ല. അവർക്ക് ഞങ്ങൾ കാണിച്ചു. പിന്നെ കർമ്മ പറഞ്ഞ ഞങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ പോണ സനാന്ന് പറഞ്ഞിട്ടില്ലേ. ഇതിന്റെ ഏറ്റവും വേറൊരു സൈഡ് ഞാൻ പറഞ്ഞിട്ടെ, അനുമോൾ ശൈത്യ ഹൂ ഗോൺ ഔട്ട്. ശൈത്യ അനുമോൾ പ്രവീൺ ആരായിട്ട് ഇന്ന് കോമ്പോ പിടിക്കാൻ നോക്കിയേ? അനുമോള്. മസ്താനിയ വീട്ടിൽ ആകെ ആരായിട്ടാണ് ഫ്രണ്ട് ആവാൻ നോക്കിയേ? അനുമോളപ്പാണ്. പുറത്തിരുന്ന് കാര്യം കൂടത്ര ഒന്നും ഞാൻ പറയില്ല. അനുമോളെ തൊട്ടാൽ അനുമോളൊപ്പം നിൽക്കുന്ന ഏക കണ്ടസ്റ്റന്റ് പുറത്താതിരുന്നുള്ളൂ ഇപ്പോഴും. ആരാ? അനീഷ്. അനുമോളുടെ കൂടെ ഉണ്ട് ഇപ്പോ. അല്ല, നിങ്ങൾ ആരും അറിയാത്തൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ട് അനുമോളൊപ്പം. പ്ലാച്ചി മാത്രം പുറത്തായിട്ടില്ല. മുണ്ടണില്ലല്ലോ. പ്ലാച്ചിക്ക് കാലും വായുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി ഓടിയിരുന്നു. ഇന്നെ രക്ഷിക്കുന്ന ഓടിയിരുന്നു. അയ്യോ, അങ്ങനെ പ്രോ കുല അനുമോൾ വീണ്ടും സ്ക്രീൻ സ്പേസ് പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് അക്ബറും ആര്യനും ഒക്കെ സംസാരിച്ചത് മസ്താനി പോയിനെ കുറിച്ച്. എല്ലാവരും ഹാപ്പിയാണ്. ഒരു കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഇത്രയും എന്തായാലും നാണം കെട്ടൊരു ഇറങ്ങിപ്പോക്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് എന്താണ് അടയാളപ്പെടുത്തുന്ന കാലമേ, നാണം കെട്ടിറങ്ങിപ്പോവലിന്റെ കാലം. ഇനി ഫോണ് കിട്ടിയല്ലോ അറിയാന്ന് പറഞ്ഞു. ഫോണ് കിട്ടിയല്ലോ, നോക്കിക്കോളൂ കേട്ടോ എന്തൊക്കെയാണുള്ളത്. ഇനി അടുത്തത് നെക്സ്റ്റ് ഈസ് ലൈക്ക് ഇത്. ഇനി അടുത്തൊരു സാധനം ഞാൻ നേരത്തെ ആര്യന്റെ പറഞ്ഞു വെച്ചേക്ക് ഞാൻ കണക്ട് ചെയ്യണം. ഒരാൾ ഉറങ്ങാൻ പോകുമ്പോൾ ഇതിപ്പം രാത്രി ലൈവിൽ കാണിക്കും, അപ്പം നമുക്ക് കൂടുതലായിട്ട് കാണാം. ഇതുവരെ എപ്പിസോഡിൽ കാണിച്ച ക്ലിപ്സ് വെച്ച് ഞാൻ പറയാം. ഒരാൾ ഉറങ്ങാൻ വരുമ്പോൾ അയാൾ എപ്പോഴും അയാളുടെ മൈൻഡ് എപ്പോഴും എന്താ, ഒന്ന് ബെഡ് കിട്ടി ഉറങ്ങിയാൽ മതി. അയാൾ ഭയങ്കര ടയേർഡായിരിക്കും. പിന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു വേവ് ലെങ്ത് വെച്ചിട്ട് ഇത് ഒരു ദിവസം 2 എപ്പിസോഡ് ഷൂട്ടാണ്. ഓക്കെ, നമ്മൾ സാറ്റർഡേ സൺഡേന്ന് കാണുന്നത് ഒറ്റ ദിവസം ഷൂട്ട് ചെയ്യുന്ന 2 എപ്പിസോഡ്സ്. അപ്പോൾ 2 നേരം നമ്മൾ ഡ്രസ്സ് മാറ്റണം, മേക്കപ്പ് ഇടുന്നവർ മേക്കപ്പ് ഇടണം, അത്രയും നേരം നമ്മൾ ലാലട്ടം കാത്തോടെ നിൽക്കണം. ഫുഡ് കിട്ടിയാലും നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ഉച്ചക്കത്തെ എപ്പിസോഡ് രാവിലത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ഉച്ച വൈകുന്നേരം ആവും. ആ ഫുഡ് നമ്മൾ കഴിക്കില്ല, നമ്മൾ രാത്രിക്കും കൂടിയും ചിലപ്പോൾ എടുത്ത് വെക്കുന്നവർ കാണും. അങ്ങനത്തെ ഒക്കെ പിന്നെ ഇമോഷണൽ റോളർ കോസ്റ്റർ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഒരാൾ ലിറ്ററലി ടയേർഡാവും. അയാളുടെ അടുത്ത് പോയിട്ട് തമാശ കളിക്കാനാണ് നെവിനും റന ഫാത്തിമയും നിന്നത്. നെവിൻ അവിടെ കിടക്കുന്നത് ക്ലിയർ ആയിട്ട് ആരും കണ്ടിട്ടുണ്ട്. നെവിൻ ആയതുകൊണ്ട് അവൻ ചവിട്ടിട്ട് എണീച്ച് പോടാന്ന് പറഞ്ഞു. നെവിൻ പോയില്ല. പിന്നെ നെവിന്റെ ബെഡിൽ പോയിട്ട് ആരെയും കിടന്നപ്പോൾ നെവിൻ അവിടുന്ന് മാറി കളിക്കുകയാണ്, സമ്മതിച്ചു. പക്ഷെ ഉറങ്ങാൻ വരുന്ന ഒരാളടുത്ത് കഴിഞ്ഞ ദിവസം ആദില ഉറങ്ങിക്കിടക്കുന്ന അനീഷിന്റെ അടുത്ത് പോയിട്ട് ഇതേ പരിപാടി കാണിച്ചു. ഓക്കെ, അപ്പോൾ ഉറങ്ങാൻ വരുന്ന ഒരാളടുത്ത് ഈ പരിപാടി കാണിക്കാൻ വരുമ്പോൾ അയാൾ തിരിച്ച് ചെയ്യുന്ന റിയാക്ഷൻസ് ആൻഡ് റിപ്ലൈ നിങ്ങൾ അതൊന്ന് ചിന്തിക്കണ്ടേ നിങ്ങൾ. എന്നിട്ട് നെവിൻ പോയി കിടന്നപ്പോൾ റെന അവിടെ പോയി കിടന്നു. ആര്യൻ വളരെ ഇമ്പൾസീവാണ്. എന്തൊക്കെയാ കാണിക്കുക എന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. നെവിൻ എന്ത് കാണിക്കുന്നത്. നെവിൻ ഇങ്ങനെ മേത്ത് കയറി ആര്യൻ മേത്ത് കയറി എന്ത് ചെയ്തു, ഇങ്ങനെ കൈ വെച്ചു കാലും വെച്ചപ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ കിടക്കാൻ പോണ പോലെ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു. അതായത് അത് ചെയ്തേ പറ്റൂ. കാരണം ഇവര് ചുമ്മാ ഉറങ്ങാൻ വരുന്ന ഒരാളെ ചുമ്മാ നാളെന്താ പ്രശ്നം അറിയോ, ആര്യൻ ഈ ബെഡിലല്ലാതെ ആര്യന്റെ ബെഡില്ല വേറെ ബെഡിൽ കിടന്ന അത് കച്ചടയും. വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അടിയാക്കും. പിന്നെ റെന കിടക്കുന്നോടത്ത് ആര്യന് പോയി കിടക്കാൻ പറ്റൂ, അപ്പുറത്ത് ബെന്നിയാണ്, അത് വേറെ വലിയ കച്ചറയും. അപ്പോൾ ഒരാളെ കിടക്കാൻ വിടാതെ അയാളോട് കുട്ടിക്കളിയും കളിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ ഇതേപോലെ ചെയ്യുമ്പോൾ പിന്നെ അതിൽ കിടന്ന് മെഴുകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇത്രയും ആരുടെയൊക്കെ ഇഷ്യൂ ഉണ്ടായി ഇവിടെ. അനുമോൾ ഇവരുടെ രണ്ടാളുടെയും പുതപ്പിന്റെ ഇഷ്യൂ ഒരു സദാചാര സാധനം എടുത്തടിച്ച്, അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്മി ഒനിയിലെ സീന്, ഇതൊക്കെ കഴിഞ്ഞിട്ടും ബിന്നിന്റെ തിരിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അൾട്രാ പ്രോമാക്സ് തിരിപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരത്തിനേക്കാൾ വലിയ തിരിപ്പാണ് ആര്, ബിന്നി. പമ്പര ബിന്നി എന്നാണ് പേരിടേണ്ടത്. പമ്പര ബിന്നി അവിടെ ഇരുന്നിട്ട് റെനനെ തിരിച്ച് അല്ലല്ല പറയുന്നല്ല പറയുന്നത്. മനസ്സിലായോ? അതിന്റെ ഒരു വ്യത്യാസം. അതായത് ബിന്നി റെനേക്കാൾ മെച്ചുവർ ആയിട്ടുള്ള ഒരാളാ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാ, സൊസൈറ്റിയിലെ ആളുകളെ കണ്ട് വിദേശ രാജ്യത്ത് പഠിച്ചു വന്ന ഒരാളാ. എന്താ ബിന്നി ശരിക്കും ചെയ്യണ്ടേ? മോളെ, നിങ്ങൾ ഇവിടെ കളിക്കുകയാണ്, കുട്ടിക്കളി കളിക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യും, മൈൻഡ് ചെയ്യണ്ട, വിട്. ഓക്കെ, അത് ഇന്റൻഷനലി ചെയ്തതല്ല. അല്ല, ഞാൻ പറയാ ഇതിപ്പോ എന്താ അറിയോ, ഇത് ഇനി ഇതിൽ ആരാ പെട് അറിയോ? ഈ തിരുപ്പിൽ ആരാ പെടാൻ പോണ? അനുമോളാണ് പെടാൻ പോണത്. ഇതിൽ പെടാൻ പോകുന്ന അനുമോളാ. കാരണം
ലക്ഷ്മി കേട്ട പോലെ ഇത് വന്നിട്ട് ആര് കേട്ട്? അനുമോള് കേട്ട്. എന്ത് വെച്ച് വരുന്നുണ്ട്. ഇനി ഈ മണ്ടൂസ് അനുമോൾ എന്ത് പറയൂ. നാളെ രാവിലെ നീച്ചിട്ട് ഈ സാധനം ആര്യ അതേതാ കണ്ടത് എനിക്കിപ്പോ അറിയില്ല. ആര്യ ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഈ സാധനം മിക്കവാറും ബിന്നി നിന്ന് സ്കൂട്ടാവും. ബിന്നി നൈസായിട്ട് ഇന്ന് വലിയും. ഈ പറഞ്ഞ റെന ഇന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റെനക്കിത് പുറത്തെങ്ങനെ പോയി അല്ലെങ്കിൽ ഇത് എന്താണ്? ഒന്നാമത് കുട്ടി, അതെ, അതിനിടയിൽ ഈ ഇമാതിരി തിരുപ്പ് മെച്ചുവർ ആയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ കൺഫ്യൂസ് ആക്കി വിട്ടു. ഇനി ഇതിന്റെ പുറമെ ആരാണ് ഒന്ന് കൂടിക്കുന്നത്? അനുമോള്. ഇനി ഇതിന്റെ ബാക്കി എന്താണ് ലൈവിൽ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇത് ഇവിടെ തീർന്ന ഇറ്റ്സ് ബെറ്റർ. ഇവിടെ തീർന്നില്ലേ ഇത് ബിന്നിക്ക് നെഗ്ഗ, റെനക്ക് ഇത് നെഗ്ഗാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം റെനേനെ പറഞ്ഞു മൂട്ടുന്ന ഒരു സംഗതി ഇതിന്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൂ. ബട്ട് റെന ചിന്തിച്ചു കഴിഞ്ഞാൽ റെനക്ക് ഇവിടെ സ്കോർ ചെയ്യാം. മനസ്സിലായി? ഇവരേക്കാൾ മെച്ചുവർ ആണ് റെന എന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ റെനക്ക്. അത് കഴിഞ്ഞിട്ട് അനുമോൾ ഇനി എന്ത് കാണിച്ചു കൂട്ടുന്നുള്ളൂ എനിക്കറിയാൻ പാടില്ലേ. വന്നിരിക്കുന്നുണ്ട്, മൈക്കൊക്കെ ഇട്ടിട്ട് വർത്താനം പറയണ എന്തിരിന്ന് വെച്ചാണോ വന്നിട്ടുണ്ട്. ഉത്സാഹത്തിന് കാര്യം പറയണ്ട, ഈ ഒട്ടും കമ്മിയല്ല. ഈ അതേ ഉത്സാഹ കമ്മിറ്റീന്റെ വേറെ കോയിന്റെ വശാണിരിക്കും. ഇവള് വേറെ പ്രോമാക്സ് ആണ്. ഇവളൊക്കെ ബിഗ് ബോസിൽ വിട്ടുണ്ടല്ലോ. അനുമോളെ അച്ഛന്റെ അമ്മേന്റെ കുഞ്ഞമ്മേന്റെ വകയിലൊരു മോളെ വേർഷനായിട്ട് വരും. അമ്മ അഭിനയിക്കും. അഭിനയിച്ചും ഞാൻ പറയുന്നില്ല. അതിനോണ്ട് വേറെ കാര്യം പറയണ്ടേ, ഞാൻ പറയാൻ വെച്ചത് തന്നെയാണ്. ലക്ഷ്മിന്റെ തലയിൽ മറ്റേ ക്രോസ് ഒട്ടിക്കുന്ന നേരത്തെ വന്ന് ഒട്ടിക്കട്ടെ, തൊടട്ടെ, ഒനിയിലും നോയും വന്നിട്ട് തൊടട്ടെ, ഒട്ടിക്കട്ടെ പറയാൻ പറ്റില്ലേ. തൊട്ട് കച്ചവടമായാലോ എന്ത് ചെയ്യാനോ. അപ്പൊ എന്തായാലും ഗൈസ് ഹോട്ടൽ ടാസ്ക് തുടങ്ങാൻ പോവാണ്. കുറച്ച് അതിഥികൾ വരും. വരിക്ക് ഓരോരുത്തരായിട്ട് കേറുന്നതാണ്. അല്ലേ, ഞങ്ങള് പൊളിപ്പിക്കാനുള്ള ആൾക്കാരെ പൊളിക്കാനുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കൊടുക്കണം. പക്ഷെ മസ്താനി പോയി, അതാണ് സങ്കടം. കുഴപ്പമില്ല, ഏതൊക്കെയാന്നുള്ളതൊക്കെ അല്ലെ. എനിക്കറിയാം. ഇല്ല, നാളേക്ക് കയറും. അതൊക്കെ ഇന്ന് കയറിണ്ടാവും ഒരു ടീം, നാളെ വേറെ ടീം കയറും. അതൊക്കെ അതിന്റെ രസത്തിൽ നമ്മൾ കാണാം. അതിന്റെ സ്പോയിലേഴ്സ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ആരാന്ന് അറിയെങ്കിലും നമ്മളൊന്നും പറയുന്നില്ല. അതിന്റെ രസത്തിലല്ലേ, അതിന്റെ ഒരു ഫണ്ട് നിങ്ങൾ കാണും. കാരണം ഇനിയാണ് ഈ സീസൺ കേറുന്നത്. ഇതുവരെ ലാലേട്ടനാണ് ഈ സീസൺ കയറ്റിയത്. ഇനി ലാലേട്ടൻ തന്നെ കയറ്റും, അത് വേറെ കാര്യം. പക്ഷെ കണ്ടസ്റ്റൻസ് ഓണായി. ഈ 2 എപ്പിസോഡ് കണ്ടസ്റ്റൻസ് ഓണായി. ലാലേട്ടനാണ് കപ്പ്, ലാലേട്ടനാണ് കൊടുക്കേണ്ടത്, അത് വേറെ കാര്യം. പക്ഷെ ഇതിൽ കണ്ടസ്റ്റൻസ് ഓണായി. ഇനി രസവും അല്ലേ. ഇതിലിപ്പോ താഴെ കിടക്കുന്നത് ഷാനവാസ് കയറി വരണം. നെവിൻ അടിയിലാണ്. ആർക്കും പറ്റാത്തവന്റെ തമാശ അല്ല, ഓൻ വേണം ചെയ്യാൻ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് കോമളിത്തരം കാണിക്കുന്ന അവസ്ഥ. ഞാനായിട്ടുള്ളപ്പോ അവിടെ കിടന്ന് ഉറങ്ങണ്, കഴിക്കണ്, എന്തൊക്കെയോ ചെയ്യണം. അത് ഇന്നലെ കഥ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. ഓന് അത് കഥ മനസ്സിലാവേണ്ടൊന്നുമല്ല. ഓൻ അതിലൊരു കുട്ടീനെ എടുത്താണ് ഇട്ടു. വെറുതെ കോമഡി ആക്കാനും അത് മിസ്ലീഡ് ചെയ്യാനും. അതും തന്നെ നിവിന്റെ ക്യാരക്ടർ ഏകദേശം അല്ലേ വീട്ടിലെ ഓൾറെഡി എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഓന അറ്റൻഷൻ കിട്ടണം. കാരണം അവന് കണ്ടന്റ് ഇല്ല ഈ ആഴ്ച. ഇല്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും കണ്ടന്റിന്റെ മുകളിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ സാധനം അടിച്ചുകൊണ്ടിരിക്കും. അതെ, ടീമിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വോട്ട് ഇങ്ങോട്ട് കൊടുത്താണ്ട് ആ ചെങ്ങനെ പറഞ്ഞേക്കാതെ പറഞ്ഞാൽ ആരെ നെവിനോ? അല്ല, അന്ന് ഇറങ്ങിപ്പോയപ്പോ തന്നെ പോവാൻ പറഞ്ഞത്. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി ലൈവിന്റെ സംഗതികൾ നോക്കാം. ബൈ ബൈ.